ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ഹോണർ മാജിക് V5 ഏറ്റവും ലേറ്റസ്റ്റ് വേൾഡിൽ വെച്ച് ഏറ്റവും സ്ലിമ്മസ്റ്റ് ഏറ്റവും വെയിറ്റ് കുറവ് വെറും 215 ഗ്രാം ഉള്ള ഒരു അടിപൊളി ഫോൾഡ് ഫോണാണ് ഹോണറിൻ്റെ V5. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ, കമൻറ്റ് ചെയ്തോ, ലൈക്ക് ചെയ്തോ. കാരണം ഇതുപോലത്തെ ഹലുവ പീസ് ഏറ്റവും ലേറ്റസ്റ്റായ VVIP റിച്ച് ഫോൺ ഫ്ലാഗ്ഷിപ്പ് ഫോൺ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റൂ. ഇതൊക്കെ സ്ഥിരം ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ എന്തെല്ലാം വരുന്നത് ആദ്യം നോക്കാം. ഇതിൻ്റെ കൂടെ വരുന്നത് ശ്രദ്ധിക്കുക, ഈ ഫോണ് കമ്പനി നിന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ 2 കവർ ഇതിൻ്റെ കൂടെ വരും. ഒന്ന് ഈ ബ്രൗണ്, പിന്നെ നിങ്ങൾ ഏത് കളറാണോ എടുക്കുന്നത് ആ ഫോണിൻ്റെ സെയിം കളർ ബാക്ക് കവർ ചെയ്ത്. ഇതിപ്പോൾ വൈറ്റ്, ഞാനിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത് വൈറ്റാണ്. വൈറ്റിന് 2 ഗ്രാം കുറവുണ്ട്, 2 ഗ്രാം കുറവുണ്ട് വെയിറ്റ്. അപ്പോൾ വൈറ്റ് സ്പെഷ്യലായിട്ട് ഇറക്കുന്നതാണ്. മറ്റുള്ളത് 217 ഗ്രാമും വൈറ്റ് 215 ഗ്രാമുമാണ് വരുന്നത്. ഇതാണ് കവർ വരുന്നത്. കവർ ചെയ്യേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ അൺഫോൾഡ് ചെയ്ത് ഇങ്ങനെ സ്റ്റാൻഡായിട്ട് വെക്കാനൊക്കെ പറ്റും. നല്ല ഗ്രിപ്പുള്ള നല്ല സാധനമാണ്. അതുപോലെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഈ കവർ. 2 കവർ വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതും വിത്ത് മാക്സ് സേഫാണ്. USB to Type-C കേബിളാണ് വരുന്നത്. അതുപോലെ 66 വാട്ട്സിൻ്റെ നല്ല പവർഫുൾ ചാർജിങ് അഡാപ്റ്റർ വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, സിം ടൂള്. ഫോണൊന്ന് നോക്കാം. ഇതാണ് ഫോണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഫോണ് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒന്ന് അറിയാം ഇത് ഫോൾഡ് ഫോണാണോ എന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത്രയും സ്ലിമ്മാണ്. ഓവറോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ വോളിയം ബട്ടൺസ്, പവർ ബട്ടൺസ് ഇവിടെ വരുന്നത്. ഇവിടെ Type-C, സ്പീക്കർ, നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്, ഇവിടെ പ്ലെയിനാണ്. അവിടെ സ്പീക്കർ വരുന്നുണ്ട്. 4 കളർ വേരിയൻറ്റിലാണ് ഇത് വന്നിട്ടുള്ളത്. ബ്ലാക്ക്, ഐവറി വൈറ്റ്, ഡൗൺ ഗോൾഡ്, റെഡിഷ് ബ്രൗൺ. 222 ഗ്രാമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ വൈറ്റ് കളറിന് വെറും 217 ഗ്രാമേ ഉള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കമ്പനിയും പ്രത്യേകം പറയുന്നുണ്ട് ഇത്രയും സ്ലിം ആണെങ്കിലും നല്ല സ്ട്രോങ്ങോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സൂപ്പർ ആർമോർഡ് ഇന്നർ സ്ക്രീനാണ്. മോസ് ലെവൽ 4 നല്ല സ്ട്രോങ്ങോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ട്. പെട്ടെന്ന് വീണ് കഴിഞ്ഞാൽ ചെറിയ സ്ക്രാച്ച് വരെ പൊട്ടിയ സ്ക്രീനിന് ഡാമേജ് ഒന്നും വരില്ല എന്നാണ് കമ്പനി പറയുന്നത്. ആദ്യത്തെ ഫോൾഡൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇത്രയും ഗ്യാപ്പ് ഉണ്ട്, അതിനുള്ളിൽ ചെറിയ മെറ്റീരിയൽ മാത്രമാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് സ്ക്രീൻ പോയി പോകുന്നത്. ഇപ്പോഴത്തെ ഫോൺ ഏത് ഫോണായിക്കോട്ടെ ഇപ്പോഴത്തെ ലെവലിൽ വന്നിട്ടുള്ള ഈവൻ ഫോൾഡ് 6ഉം ഫോൾഡ് 7ഉം മറ്റുള്ള ഹോണറിന്റെ ഹുവാവിന്റെ ഇതൊക്കെ അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്നില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ എഞ്ചിൻ ഭയങ്കര സ്ട്രോങ് ആണ്. അത് മാത്രമേ ഇതിന് പ്രത്യേക ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട്. വേൾഡ് റെക്കോർഡായിട്ട് ഗിന്നസ് ബുക്കിന്റെ അവാർഡും കിട്ടിയിട്ടുണ്ട്. ദി ഹെവിയസ്റ്റ് വെയിറ്റ് ലിഫ്റ്റഡ് ബൈ സസ്പെൻഡഡ് ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ് ഒരു അവാർഡും കിട്ടിയിട്ടുണ്ട്. 104 കിലോഗ്രാം പോലെ പൊക്കാൻ പറ്റിയുള്ള അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള എഞ്ചിനാണെന്ന് പറയുന്നത്. വേൾഡ് റെക്കോർഡ്, ഗിന്നസ് റെക്കോർഡ്. ഇതിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്നെ വായിക്കാൻ പറ്റും. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കവർ ഡിസ്പ്ലേ 6.43 ഇഞ്ച് സ്ക്രീനാണ്. അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 7.95 ഇഞ്ച് സ്ക്രീനുമാണ്. വേൾഡിൽ വെച്ച് ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൺ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതിന്റെ തിക്നെസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അൺഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 4.1 mm, ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 8.8 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. ഡബിൾ നാനോ സിം ആണ്. മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ സിം സപ്പോർട്ട് ചെയ്യും. 1 ബില്യൺ കളേഴ്സോടുകൂടി ഫോൾഡബിൾ LTPO അമൗണ്ട് ഡിസ്പ്ലേ ആണ്. ഇതും 120 ഹെർട്സ് റേറ്റോടുകൂടി. അതുപോലെ തന്നെ പീക്ക് ടൈം 5000 നീറ്റ്സ് റേറ്റ് ആണ്. വെയിലുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ശരിക്കും കാണാനൊക്കെ പറ്റും. നല്ല വ്യൂ ഒക്കെ കറക്റ്റ് ആണ്. നിങ്ങൾക്ക് ഫീച്ചർ നോക്കാനും അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് മെസ്സേജിനൊക്കെ ചില ഫോണുകൾക്ക് കാണാൻ പറ്റും, വെയിലത്ത് കാണില്ല. പക്ഷേ ഇത് വളരെ ക്ലിയർ ആയിട്ട് 15 മാജിക് OS 9 ആണ്. അതും 7 years അപ്ഗ്രേഡ് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ചിപ്സെറ്റ്, ഇതിന്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗൺ 8 Elite ആണ്. അതോടൊപ്പം ഒക്ടാ കോർ പ്രൊസസ്സറും കൊടുത്തിട്ടുണ്ട്. നല്ല ലാഗൊന്നും ഇല്ലാണ്ട് ഗെയിമൊക്കെ കളിക്കാൻ പറ്റും. അടിപൊളി. നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ വരുന്ന ഫോണുകളും, ഇപ്പോൾ ഉള്ള എല്ലാ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളും സ്നാപ്ഡ്രാഗൺ 8 Elite. ഇനി വേറൊരു കമ്പനി ഏതെങ്കിലും ഒന്ന് കൊണ്ടാന്ന് എല്ലാവരും അതേപോലെ ഇങ്ങനെ കോപ്പി അടിക്കും. പുതിയൊന്നും മാറ്റൊന്നുമില്ല. നിങ്ങൾ ഫോൾഡ് 7ലും മറ്റുള്ള ഫോണിലൊക്കെ കണ്ട പോലെ തന്നെ ആൻഡ്രോയിഡിന്റെ ഏറ്റവും നല്ല പ്രൊസസ്സറായ
Qualcomm Snapdragon 8 Elite. ഇനി ആരെങ്കിലും 10 ഇറക്കി കഴിഞ്ഞാൽ എല്ലാവരും 10 ഇറക്കുക 9 ഇറക്കാൻ നിൽക്കില്ല. ആരാണ് എന്താന്ന് ഇറക്കുന്ന അതേ ലെവൽ. എക്സിനോസിലും നല്ല പ്രൊസസ്സറൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇത് ഇത്രയും നല്ല പ്രൊസസ്സർ ഉണ്ടെങ്കിൽ തന്നെ ക്യാമറയും കൂടി കുറച്ചുകൂടി മാറ്റം വന്നപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫോട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഒന്നാമത് 15 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ഷൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ 15 മെഗാ പിക്സൽ അൾട്രാ വൈഡിൽ, പിന്നെ ടെലിഫോട്ടോ ഇപ്രാവശ്യം ടെലിഫോട്ടോ ഒന്നുകൂടി കൂട്ടിയിട്ടുണ്ട് 64 മെഗാ പിക്സലാണ്. അതോടൊപ്പം 100x സൂം ഡിജിറ്റൽ സൂം 100x ആക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കിലോമീറ്റർ അപ്പുറമുള്ള ഒബ്ജക്റ്റ് നിങ്ങൾ സൂം ചെയ്ത് വളരെ അടുത്ത് കൊണ്ടാന്ന് സൂം ചെയ്ത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഓപ്റ്റിക്കൽ സൂമാണ്, ലേസർ ഓട്ടോ. 100x സൂമിൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് നോർമൽ ഫോട്ടോയും ഈ സൂം ചെയ്ത ഫോട്ടോ ആയിട്ട് എടുത്ത് ക്ലാരിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല, അതേ ക്ലിയർ കിട്ടുന്നുണ്ട്. എത്ര സൂം ആയി കഴിഞ്ഞാൽ പൊട്ടുന്നില്ല. അതാണ് അതിന്റെ മെയിൻ പോസിറ്റീവ്. ക്യാമറിന്റെ പുറകുവശമുള്ള മൊഡ്യൂള് ഡയമണ്ട് കട്ട് പോലെയുള്ള മൊഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേക മെറ്റീരിയലാണ്. ഏകദേശം ഒരു റിച്ച് VVIP ലുക്ക് ഉണ്ട്. നിങ്ങളിന്റെ ഈ റൗണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി കട്ടിങ്ങും അതോടൊപ്പം ഗോൾഡൻ കളർ ഫ്രെയിമൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല റോയൽ ലുക്ക് ഉണ്ട്. LED ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. HDR പനോരമ, അതുപോലെ തന്നെ 4K വീഡിയോ സപ്പോർട്ടാണ്. സെൽഫി ക്യാമറ 20 മെഗാ പിക്സലാണ്. ഇത് 512 GB 16 GB റാമോട് കൂടി, അതുപോലെ തന്നെ 1 TB 16 GB റാമോട് കൂടിയിട്ടാണ് വരുന്നത്. അതോടൊപ്പം ഇതിന്റെ ഹൈലൈറ്റ്, മെയിൻ ഹൈലൈറ്റിംഗ് മറക്കണ്ട, 5850 mAh ബാറ്ററിയാണ്. ഇപ്പോഴത്തെ ഫോൾഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാക്സിമം 4500, ഫോൾഡ് 7 4000. അത് ഏറ്റവും വലിയൊരു കുറവാണ്. അടിപൊളി ഫോണാണ്, പക്ഷേ ബാറ്ററി നിൽക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു ദിവസം ഫുൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ബാക്കി ബാലൻസ് വരുന്നത്. ഞാൻ ഉപയോഗിച്ച എന്റെ ഷോപ്പിൽ വെച്ചതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, TDRA ഗൾഫിൽ നിന്ന് പറഞ്ഞ TRA സ്പെക്ക് മാത്രം എടുക്കുക. കാരണം എന്താണ്, പുറത്തുള്ള സ്റ്റോക്ക് വരും. ചിലപ്പോൾ നിങ്ങൾക്ക് 50-100 തരംസ് കുറഞ്ഞിട്ടുണ്ടാവും. വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഇത് ഒരു കാരണവശാൽ പുറത്തുള്ള പ്ലേ സ്റ്റോറൊക്കെ ഓപ്പൺ ആക്കുമ്പോൾ ചിലപ്പം ചൈനീസ് ആപ്ലിക്കേഷൻ, ചൈനീസ് ലാംഗ്വേജ് കൂടിയിട്ടുള്ള പ്ലേ സ്റ്റോർ വരാം, പുറത്തുനിന്ന് വരുന്ന, അതുപോലെ അൺലോക്ക് ചെയ്തിട്ടെല്ലാം വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒഫീഷ്യൽ സ്റ്റോക്ക് വാങ്ങാം. ഒഫീഷ്യൽ സ്റ്റോക്ക് സ്റ്റോർ റൂമിൽ 6900 6500 ഒക്കെ ഉണ്ട്. ചില സമയങ്ങളിൽ 5900 കിട്ടും. ഞാൻ വിൽക്കുന്നത് 5350, വെറും 5350 ടാക്സോട് കൂടിയിട്ടാണ് വിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വാട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക. 5800 mAh ബാറ്ററി, അതോടൊപ്പം വരുന്ന ചാർജറും 66 വാട്ട് ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. വേറെ ഒരു ഫോണിന്റെ കൂടെ ചാർജർ ഒന്നും വരുന്നത്. ഇതിനൂടെ 2 കവർ വരുന്നുണ്ട്, കേബിൾ വരുന്നുണ്ട്, അഡാപ്റ്റർ വരുന്നുണ്ട്. നല്ല സപ്പോർട്ടാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. കൺസ്യൂമർ സപ്പോർട്ട് അടിപൊളിയാണ് ഈ ഓണറിൻ്റെത്. ഫിംഗർ പ്രിന്റ് കൊടുത്തത് സൈഡിലാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഫോണിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറാണെന്ന് കമന്റ് ചെയ്ത്, എനിക്ക് ഇഷ്ടപ്പെട്ട വൈറ്റ് കളർ. അതിന്റെ ബാക്കിലെ ഫിനിഷിംഗ് ഒക്കെ സൂപ്പറാണ്. നല്ല VIP റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ പ്രൈസ് നിങ്ങൾ അക്സെപ്റ്റബിൾ ആണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ കമന്റും സപ്പോർട്ടും ഒന്ന് ചെയ്യണം. എനിക്ക് ഒരുപാട് എഡിറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ നല്ല സജഷൻ എനിക്ക് തരിക. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നൗഷാദ് കക്കാട്, കമ്മ്യൂണിക്കേഷൻ വേൾഡ്. താങ്ക് യു.